നമസ്കാരം, ജനപക്ഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പേവിഷബാധ ഏറ്റുമരിച്ചത് 3 കുട്ടികളടക്കം 8 പേർ. ഈ വർഷം ഇതുവരെ 15 പേർ. 3 പേർ വാക്സിൻ എടുത്തതിന് ശേഷമാണ് മരണപ്പെട്ടത്. മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ജീവൻ പൊലിഞ്ഞവരുടെ കണക്കുകൾ മാത്രം എടുക്കുമ്പോൾ ദിനംപ്രതി എത്രയോ പേരാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയെത്തുന്നത്. ഇപ്പോൾ എല്ലാം ദൃശ്യങ്ങളിലൂടെ കാണുന്ന നമ്മൾ തെരുവ് നായ്ക്കൾ മനുഷ്യരെ കടിച്ചു കീറുന്ന ദൃശ്യങ്ങൾ കൂടി കാണേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയല്ലേ ഇത്? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തെരുവ് നായ്ക്കളുടെ ശല്യമെന്ന്. നിങ്ങളോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണപുരം കാവാലം എന്ന സ്ഥലത്താണ്. ഇവിടുത്തുകാരോട് നമുക്കൊന്ന് സംവദിക്കാം. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ഈ ശല്യം എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയാണ്. ചെറിയ കുട്ടികൾ സ്കൂളുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും തനിച്ചു പോകുന്ന കുട്ടികളെ ഇത് ആക്രമിക്കുകയും മുറിപ്പെടുകയും കൂടുതലായിട്ടും മുറിവ് ഏൽക്കുന്നത് കൂടുതലും കൈക്കും കഴുത്തിനും ഒക്കെയാണ്. മരണപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 100ഓളം പേരാണ് ഈ പേവിഷബാധ മൂലം മരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 കൊച്ചുകുട്ടികളും അതോടൊപ്പം അമ്പലപ്പുഴയിൽ +1 പഠിക്കുന്ന ഒരു കുട്ടിയും മരിച്ചു എങ്കിൽ അവന് നമുക്കറിയാം പേവിഷബാധ ഏൽക്കുന്നത് അവൻ്റെ ഞരമ്പുകളിലും ബ്രെയിനിനുമാണ്. വാക്സിനേഷൻ എടുത്ത കുട്ടികൾ തന്നെയാണ് ഈ മരിച്ചിരിക്കുന്നത്. വൻപന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ കാറിലോട്ട് കയറി അല്ലെങ്കിൽ ബോട്ടിലോട്ട് കയറി അവർ സഞ്ചരിക്കാം. പിന്നെ സാധാരണക്കാരൻ ഞങ്ങളെപ്പോലുള്ളവരുടെ പിള്ളേരും ഞങ്ങളും ഒക്കെയാണ് ഈ വഴി നടക്കുന്നത്. അപ്പോൾ ഇതിനെ തല്ലിക്കൊല്ലാനുള്ള അനുവാദം തന്നെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ തെരുവുകളും റോഡുകളും എല്ലാം ഈ തെരുവ് നായ്ക്കൾ കയ്യേറുന്ന അവസ്ഥയാണ്. അത് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ കാൽനട യാത്രക്കാരെ, ഇരുചക്ര വാഹനം ഓടിക്കുന്നവരെ. പലയിടത്തും ഈ നായകൾ റോഡിലൂടെ കുറുകെ ചാടുകയും ഈ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ഈ നായയെ ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് പലർക്കും തലയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി ഉണ്ടാകുന്ന സാഹചര്യം പലയിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ വെളുപ്പിന് നടക്കാനിറങ്ങുന്നവർക്ക് അങ്ങനെയുള്ളവർക്കുമൊക്കെ ഈ നായയുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഒരു കുട്ടി 11ാം വാർഡിൽ ഒരു കുട്ടിയെ നിഷ്കഷ്ണം കടിച്ചു കീറി മുഖമെല്ലാം വല്ലാതായിക്കളുണ്ട്. അതുപോലെ തന്നെ ഈ 2ാം വാർഡിൽ 8ഓളം വലിയവരെയാണ് പട്ടി കടിച്ചത്. അവരെല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. ഇതെല്ലാം നേരിടേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളാണ്. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും ഒറ്റ തിരിഞ്ഞു വരുന്ന ആളുകളെ ഇത് കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാറുണ്ട്. ബൈക്കിൽ പോകുന്നവരെല്ലാം കുറുകെ ചാടുക, അപ്പോൾ ബൈക്ക് തെന്നി വീഴുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഈ ചുറ്റുവട്ടത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു 5-8 വർഷമായി ഈ ABC, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ സംവിധാനം നിർത്തലായിട്ട് 5-8 വർഷമായി. നേരത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ നായ്ക്കളെയൊക്കെ കുടുക്കിട്ട് പിടിച്ച് ഇവിടെ ആലപ്പുഴയിലൊക്കെ കൊണ്ടുപോയി പന്ത്യകരണം നടത്തി തിരിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നിടത്ത് തന്നെ തിരിച്ചു ഇടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. 5-8 വർഷമായിട്ട് അതൊന്നും നടപ്പിലാവുന്നില്ല. പഞ്ചായത്തുകൾക്ക് ഫണ്ട് ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ശുഷ്കാന്തിയും ഒരു പഞ്ചായത്തും, അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയുകയാണ്, നാടിനെ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ വിഷയമാണ്. എങ്കിൽ കൂടി ആ കാര്യത്തിൽ ഒരു കാര്യവും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് ഈ ബന്ധീകരണം മാത്രമല്ല, കൃത്യമായിട്ട് തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകണം. വാക്സിനേഷൻ നൽകിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ത്രിതല പഞ്ചായത്തിൽ എല്ലാം ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം, ജനങ്ങൾക്ക് ഇതിനെ തല്ലിക്കൊല്ലാനുള്ള അനുവാദം കൊടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ പട്ടി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അതല്ല, വേറൊരു പരിഹാരമില്ല. ഇവിടുത്തെ സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാർ വീട്ടിൻ്റെ പരിസരത്ത് മുഴുവൻ 5-8 പട്ടികളെ വളർത്തും. സന്ധ്യയാകുമ്പോൾ ഞാൻ അഴിച്ചുവിടും. ഇനി ഇവിടുത്തെ കൂലിപ്പണിയാൻ്റെ വീട്ടിൽ പോലും നമ്മളെ കൂടെ നടന്ന് നോക്കിയാൽ 2 പട്ടിയില്ലാത്ത പിടിക്കും. ഇപ്പം ഇതൊരു ഷോയാണ്. പട്ടിയെ വളർത്തി സന്ധ്യയാകുമ്പോൾ ഇതിനെ കൊണ്ട് നടക്കാൻ കൊണ്ട് അതിനെ കൊടുക്കുക. ഇതിനെല്ലാം ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ സംരക്ഷിക്കാത്തവരുടെ പട്ടിയെ കൊല്ലുക, തല്ലിക്കൊല്ലുക. അതല്ല, അതിന് വേറെ യാതൊരു മാർഗവും ഇല്ല. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വാനോളം ഉയരുകയാണ്. ഈ ഭീകരാവസ്ഥയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്?